വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ കാണും. അപ്പം ഇന്ന് സൺഡേ ഔട്ടിങ് ആയതുകൊണ്ട് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒന്ന് പുറത്തു വന്ന് വിചാരിച്ചു. അപ്പം ഹായ്, ഇത് ഹിബ, പാറു, സംഗീത എന്നാണോ പാറു എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇത് അക്ഷയ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ മഹാബലിപുരത്ത് പോവുകയാണ്. അങ്ങനെ ബസ്സും കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. അങ്ങനെ ബസ്സൊക്കെ കാത്ത് നേരത്തേതായ എല്ലാവരും റെഡിയായി ഫോട്ടോഷൂട്ടും കാര്യങ്ങളല്ലേ. കാരണം കഴിഞ്ഞ തവണ അക്ഷയ സിജി ഞങ്ങളിവിടെ പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ ലേറ്റായിട്ട് വന്നിട്ട് ഞങ്ങൾ ബസ് പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇറങ്ങി. അങ്ങനെ ഓട്ടോയിലൊക്കെ പിടിച്ച് കറങ്ങിയൊക്കെ ഞങ്ങൾ മറീന മാളിൽ പോയിട്ട് വന്നു. അതുകൊണ്ട് ഇന്ന് എല്ലാവരും നേരത്തെ റെഡിയായിട്ട് കാത്തു നിൽക്കുക. ഇനി ബസ് കയറിയിട്ട് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ തിരുപ്പൂരൂർ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. ബസ്സിൽ ഭയങ്കര റഷ് ആയതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത്രയ്ക്കും റഷായിരുന്നു. ഞാൻ ഇവിടെ ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ വന്നിട്ടുണ്ട്. ഭയങ്കര തിരക്കായി. ഇനി ഇവിടുന്ന് വേറെ ബസ് മേടിച്ചിട്ട് വേണം മഹാബലിപുരത്ത് പോകാനായിട്ട്. ടൈം കിടക്കാ? ഓക്കെ, അങ്ങ് പോണാ ബസ് ഓട്ടോ കിടക്കുമാ? അങ്ങ് കിടക്കും. ശരി, ഞങ്ങളിപ്പോ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ആ പാട്ടിയാണെങ്കിൽ പറഞ്ഞ് ബസ്സിൽ കയറുന്നതിനേക്കാളും ഷെയർ ഓട്ടോയിൽ പോകുന്നതാണ് നല്ലത്. കാരണം ബസ് ഭയങ്കര ലേറ്റായിട്ട് എത്തത്തോളം. അങ്ങനെ ഇപ്പം ഷെയർ ഓട്ടോയിൽ പോയാ എവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഉറക്കമൊക്കെ പാസ്സാക്കി 16 കിലോമീറ്ററും താണ്ടി ആ ഓട്ടോ ഇരുന്ന് മഹാബലിപുരത്ത് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും ദാഹിച്ചിട്ട് കരിമ്പൻ ജ്യൂസൊക്കെ കുടിക്കുകയാണ്. അപ്പൊ അക്ഷയ്ക്കാണെങ്കിൽ കരിമീൻ ജ്യൂസ് വേണ്ട അല്ലേ? പിന്നെ എന്താ വേണ്ട? ലെമൺ സോഡ. അയ്യോ, അങ്ങനെ ആ ഗുഹയ്ക്കകത്ത് എന്തുവാ എന്നറിയാനായിട്ട് കയറാൻ പോയ. ഫോട്ടോ എടുക്കാൻ പോകുന്നുണ്ട്. എന്തുവാ? അക്ഷയനെ ഞങ്ങൾ നിർബന്ധിച്ച് അകത്ത് കയറ്റി. ഞങ്ങളുടെ മോഡലാണ് അക്ഷയ കേറ്. അക്ഷയ്, നമുക്കത് പ്രതിഷ്ഠിക്കാം. കേറ്. കുട്ടിയുടെ ക്യാപ്പും കൂടെ അക്ഷയ്ക്ക് കൊടുക്കാൻ പോവുകയാണ്. തെങ്ങണ്ടാ? ഇല്ലട്ടാ, ഒന്ന് പാർപ്പിച്ചേരാ. കരിങ്കാലിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാള്. അങ്ങനെ അക്ഷയുടെ അനുഗ്രഹമൊക്കെ കിട്ടിയില്ലേ? ബാക്കി കാണാനായിട്ട് ഫ്രണ്ടിലോട്ട് പോയപ്പോഴാണ് അത് അറിയുന്നത്. ഇവിടെ വെച്ച് സ്റ്റോപ്പാവും. അകത്തോട്ടൊന്നൊരു കുന്തവും ഇല്ല. ഇത്രയേ ഉള്ളൂ. ഇന്നെ സ്റ്റോറി എന്തോ അറിയത്തില്ല ഞങ്ങൾക്ക്. എന്നാലും ഇവിടുത്തെ ഒരുപാട് പേര് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ തോന്നി ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ് എല്ലാവരും കൂടെ. ഞങ്ങളിവിടെ ചെന്ന് കാണട്ടെ ഗൈസ്. കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നേരെ ഞങ്ങൾ പാർക്കിലോട്ട് ഇറക്കി കേട്ടോ. അല്ലേ പാറു? അതെ, യെസ്. പഠിക്കാൻ പോകണം ഗൈസ്. ഞാൻ ഈ പാമ്പിനെ പഠിക്കാൻ പോകണം. ഇനി ഞാൻ വീട്ടിൽ കൂടി വളർത്തുവേണം. ഫേമസ് ആണ് യൂട്യൂബ് വീഡിയോ. യൂട്യൂബർ வியாபாரம் பண்ணிட்டு ஃபேமஸ் பண்ண வேண்டியது. உங்க கடை ஃபேமஸ் ஆகும். ஹாய் சொல்லுங்க. ஹாய் சொல்லுங்க. பரவாயில்ல. ശശിയായ പോട്ട് കലാകാരൊന്നും വേഗം നമുക്ക് ഈ പാർക്കിലേക്ക് ടിക്കറ്റ് എടുക്കാല്ലേ പാറു? ഞാൻ പോകത്തില്ല ഗൈസ്, കാരണം എന്നെ അവിടെ ശശിയാണ്. ഇല്ല, പോ. എന്തോ പാറു പറയാനുള്ള? നോക്ക് ഗൈസ്, ഇന്ത്യൻ സിറ്റിസൺസിന് 40 രൂപയും അതേഴ്സിന് 600 രൂപയും. ഇത് എന്തൊരു ഡിസ്ക്രിമിനേഷനാണ്. സോ സാഡ്. നിങ്ങൾ എല്ലാവരും പ്രതികരിക്കണം. എന്നാലും 15 ഇയേഴ്സിന് താഴെ ഉള്ളൂ ടിക്കറ്റ്. വേണ്ട. എത്ര വയസ്സുണ്ട് തള്ളക്ക്? 14. ടിക്കറ്റ് കിട്ടി. പാറു ധൈര്യമായിട്ട് ഇനി വരാൻ പറ. ഇനി ധൈര്യമായിട്ട്
ടിക്കറ്റ് എടുത്ത് നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാം കേട്ടോ. ആ ഓക്കെ. കാണിച്ചിടങ്ങ് എറിഞ്ഞിട്ട് കൂടെ അങ്ങോട്ട് കൊടുക്ക്. കണ്ട ഞങ്ങള് കാശ് അങ്ങനെ അടി അങ്ങോട്ട്. മോനെ മല കയറുകയാണ് ഗൈസ്. മലയാറ്റൂർ ഗൈസ് അങ്ങനെ പാറുവിന് ഒരാളെ ക്രഷ് അടിച്ചല്ലേ. ഈ ജാതിക്കാത്തോട്ടും കാണിച്ചു. Tirumurti cave, all Pallava, 3 dynasty Mahabalipuram, first Pallava, second Krishna Devaraya, third British, and 3 dynasty, one of Ramayana, Mahabharata, Krishna's butterball, Tirumurti cave, and the Krishna's butter tank, all of Pallava dynasty. Okay, thank you. താങ്ക് യു. ഇതിന്റെ കഥയാണ് പറഞ്ഞത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായോ? സ്റ്റോറി പറഞ്ഞത് മനസ്സിലായോ? പല്ലവ ഡൈനാസ്റ്റിയോ അവരുടെ സംഭവങ്ങളാണ് ഇതെല്ലാം. ഇതാണ് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ. സംഭവം മൊത്തം കെട്ടിയിരിക്കുന്ന ഒരു കല്ലിൽ തന്നെ ഫുള്ളും കൊത്തുപണികളെല്ലാം ചെയ്തേക്കണം. അങ്ങനെയാണ് പാറു ഉറങ്ങുന്നത്. നിങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. അടുത്ത എവിടെയാ പോന്ന? അക്ഷയ സി ജി തറയിടോ? ആണോ? അവരപ്പോ ഈ പാറ തള്ളി, ചെറിയൊരു പാറ തള്ളി പുറത്തോട്ട് ഇടാ. പുറത്തവിടെ അപ്പുറത്തെ ആൾക്കാരെയൊക്കെ ചെറിയ ഒരു പാറ അല്ലേ? ആ പോട്ട് തന്നിട്ട് തള്ളിയാ പോയാ? ആ കൊറേ പേര് മരിച്ചാലോ? അല്ലല്ല, ആൾക്കാർക്കൊക്കെ ഇവിടെ കാണണ്ടേക്കല്ല, അതുകൊണ്ട് മാത്രമല്ലേ. ആണോ? ഓക്കെ. ഇരിക്കുന്ന അങ്കിളുടെ ഫോട്ടോ വെച്ച പ്രായത്തിന് മൂത്തല്ലേ ചെയ്യണമല്ലോ. അതാ. ഓക്കെ. നല്ല വെയിലാട്ടോ, നല്ല വെയിൽ. അങ്ങനെ ഈ വെയിലത്ത് മഴയുടെ മുകളില് കാശും കൊടുത്ത് വെയിലും കൊണ്ട് കറക്കാൻ വന്നിക്കുക. പോവാം. വാ. അങ്ങനെ വേറെ മലയാളി കണ്ടാണ്ട് വരുവാ കേട്ടോ. അല്ലേക്ക് ബാ. അതെ, റീലെടുക്കാൻ വേണ്ടി അക്ഷയ്ക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഞങ്ങൾ റീലെടുക്കാൻ പോയാണ്. ഇവിടെ നിന്നോ? ഇവിടെ നിന്ന് ആണോ അക്ഷയ്? ഇവിടെ നിന്ന് റീലെടുക്കാൻ പോയാണോ? ഓക്കെ, വേറെ റീലെടുത്തിട്ട് കാണാം കേട്ടോ. അങ്ങനെ എവിടെ എത്തി? ലൈറ്റ് ഹൗസ് കയറാൻ പോണ. അപ്പത്തേക്കും തളർന്ന് വേർത്ത് കുളിച്ച് വിശന്ന് ദാഹിച്ച് വയ്യ. ലൈറ്റ് ഹൗസ്. അയ്യോ, ഒരു വേലാണ്, ചെന്നൈയിലെ വേലാണെന്ന് ഓർക്കാം. ഒരു പഴയ വീട്ടിലെത്തുമ്പോ തമ്മി ഇതിന് തിരിച്ചറിഞ്ഞാൽ മതിയായിരുന്നു അല്ലേ? അങ്ങനെ മലയും കുന്നും സ്റ്റെപ്പും എല്ലാം കയറി വന്നിട്ട് എന്തോ പറ്റി അടച്ചിട്ടേക്കുന്നു ഗൈസ്. ഇനി നല്ല ടൈം എടുക്കുന്നത് ഓപ്പൺ ആവാൻ. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കാത്തു നിൽക്കുന്നില്ല, അടുത്ത സ്ഥലത്തോട്ട് പോയാ. ലൈറ്റ് ഹൗസ് കാണാൻ പറ്റിയില്ല അല്ലേ ബാ? അതിന്റെ വിഷമത്തിൽ ഇപ്പൊ ഞങ്ങള് എന്ത് ചെയ്യാൻ പോവാ? ഫുഡ് കഴിക്കാൻ പോകുന്നത്. അത് കഴിച്ച പിന്നെ നമ്മളെല്ലാരും സന്തോഷാവും അല്ലേ? ഫുഡ് കഴിച്ച സന്തോഷാവോ പാറോ? അപ്പൊ ഫുഡ് കഴിക്കാൻ പോവാ അല്ലേ? അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഏതോ ഒരു കടയിൽ കയറിയിട്ടുണ്ട്. ഹിബയും പാറും ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട്. ഞാനും അക്ഷയും ചിക്കൻ റൈസ്. എങ്ങനെയുണ്ട് ബിരിയാണി? കുഴപ്പമില്ല, പിന്നെ നമ്മുടെ നാട്ടിൽ അത്ര വരില്ലല്ലോ. ആ ശരിയാ. അപ്പൊ ഓക്കെ, കഴിച്ചിട്ട് കാണാം അല്ലേ പാറു? അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നടക്കിയാട്ടോ ഗൈസ് അല്ലേ? അതെ, ഞങ്ങളിവിടെ സ്ട്രീറ്റ് സ്റ്റോർ എക്സ്പ്ലോർ ചെയ്യണേ. നോക്കൂ, എന്താ മേടിക്കാനാ മെയിനായിട്ട് ഇറങ്ങിയ? ബ്രേസ്ലെറ്റ്.
എല്ലാരും ഒരേ കണക്ക് ഒരു ബ്രേസ്ലെറ്റ് മേടിച്ചു ഓർമ്മയ്ക്കില്ലേ. അതെ, ഫസ്റ്റ് ഇയർ ആവുന്ന കറങ്ങാൻ ഇറങ്ങിയതില്ല, ആരും ഓർമ്മയ്ക്കില്ലേ. അപ്പൊ ഞങ്ങൾ മേടിക്കാനായിട്ട് പോവാം. அந்த சைஸ் ரொம்ப கம்மி அக்கா. ലൂസ് ആയിടോ? ഹിബയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഫോട്ടോ ലൂസായി. ഇത് ഇട്ടിട്ട് ലൂസാവും. ആണോ? ശരിക്കും അങ്ങനെ ഉണ്ട്, പാൽസരം ഇട്ട ലൂസാവും. മേടിക്കുന്നോ? മേടിക്കാൻ കൊണ്ട് ലൂസായിടുമാ? പോട ലൂസായി. കയ്യിലിടാം. ഇഷ്ടപ്പെട്ടോ ഹിബ? ഞാൻ മേടിക്കാൻ പോകും. അങ്ങനെ ബ്രേസ്ലെറ്റ് നോക്കി കുറേ കടയിൽ ഇങ്ങനെ കയറി ഇറങ്ങിയാണ് ഇഷ്ടംപോലെ കടകൾ. ഇവിടെ മൊത്തം കുറേ കൊച്ചു കൊച്ചു കടകളാണ്, ഫുള്ളും നിറച്ച് കടകളാണ്. അങ്ങ് അറ്റം വരെ, ബീച്ചിൻ്റെ അങ്ങ് അറ്റം വരെ ഫുള്ളും ഇത് കടകളാണ്. അങ്ങനെ ഓരോ കടയിൽ കയറും, വില ചോദിക്കും, അങ്ങനെ ഇറങ്ങുമല്ലേ. പക്ഷേ എന്ത് വെച്ചാലും അതെ കുറേ കടകൾ കയറി ഇറങ്ങി, പക്ഷെ ഒരു നല്ല ബ്രേസ്ലെറ്റ് പോലും ഇല്ല. ഇവിടെ നോക്കി, ഇവിടെ കൊള്ളാം, ഇക്കടെ കൊള്ളാം അല്ലേ. അങ്ങനെ ഈ സാധനം ഞങ്ങൾ സെലക്ട് ചെയ്തൊക്കെയാ ഗൈസ്, അല്ലേ ഹിബ? അതെ, 5 എണ്ണം ഉണ്ടെങ്കിൽ ഭാഗ്യം. അതാ 40 രൂപ പറഞ്ഞേക്കുന്നത്, പക്ഷെ ഞങ്ങൾ പറഞ്ഞു 30 രൂപയാണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. അറിയത്തില്ല. அண்ணா இது எவ்வளோ குழந்தைங்க விளையாடுறதா? இது எவ்வளோண்ணா? அது 300 ரூபாவா? കിട്ടി ഗൈസ് അല്ലേ. അങ്ങനെ അക്ക പോയി എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, 30 താങ്ക് യു. 30 × 5. ചെറിയ ചെറിയ കട അങ്ങ് അറ്റം വരെ ഉണ്ട്. ആ ഒരു ബീച്ച് എത്തുന്ന വരെ ഫുള്ള് കടയാണ്. പക്ഷെ അങ്ങ് ബീച്ചിൽ പോകുന്നില്ല നമ്മൾ, കാരണം ഒന്നാമത്തെ കാര്യം ഫുൾ ഭയങ്കര വെയിലുമാണ്. നമുക്ക് ഈ ടെമ്പിളിലും ഇപ്പം കയറണം, അത് മൊത്തം കൊണ്ട് നമ്മൾ ബീച്ചിൽ ഇപ്പോൾ പോകുന്നില്ല. അതിപ്പോൾ ടെമ്പിളിൽ കയറിയിട്ട് ബാക്കി കാണാം. ഓക്കെ, അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഷോർ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഹലോ യുവ. അതെ, ഷോർ ടെമ്പിൾ, അതിൻ്റെ നോക്ക് ബീച്ച്. ടെമ്പിൾ എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു ഡൈനാസ്റ്റിയുടെ ടൈമിൽ ഉണ്ടാക്കിയതാണ്. ഭയങ്കര സ്ട്രക്ചറൽ ടെമ്പിളാണ്. മാമല്ലപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഏതോ ഒരു ആൾക്കാർ റൂൾ ചെയ്തപ്പോൾ, പല്ലവ സംതിങ് റൂൾ ചെയ്തപ്പോൾ ഉണ്ടായ ടെമ്പിളാണ്. കാണിച്ചു തരാം, അടിപൊളിയാണ്. ഞങ്ങളിപ്പോഴാണ് കാണാൻ പോണത്. കാണാം. ഓക്കെ, സത്യം അടിപൊളി ബീച്ച്. ഇത് ചെന്നൈയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഭയങ്കര എപ്പം നോക്കിയാലും ഫുൾ ജനങ്ങളാണ്, ഫുൾ ടൈം. ഇതിൻ്റെ ഓരോ സ്ട്രക്ചറാണ് അടിപൊളിയല്ലേ. ഇതാണ് ഷോർ ടെമ്പിൾ. നിങ്ങൾക്കൊന്നും കാണാൻ ഭാഗ്യമില്ല. നോക്ക്, ചെന്നൈ വന്ന് കണ്ടല്ലേ ഇത്. എന്ത് എന്നൊക്കെയാണ് കുളിക്കുന്ന സ്ഥലം. ആര് ഹിബേ? അല്ല, അക്ഷയ. ഡ്രസ് ഇട്ട് വന്നേക്കുന്ന കുളിക്കാൻ വേണ്ടിയായിരുന്നു. ചാടി വെള്ളമില്ല. ഇനിയിപ്പം സ്റ്റെപ്പൊക്കെ കയറി ഇവിടെ എനിക്കൊന്ന് വെള്ളത്തിൻ്റെ എന്തോ സംതിങ് ആണെന്ന് തോന്നുന്നു, ഇല്ലേ? വെള്ളത്തിന് എന്തോ അല്ലേ ഇവിടെ എന്തോ. ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയല്ലേ പാറു? ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് നാളെ ക്ലാസ് ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് സമയത്തിൻ്റെ ഇതുകൊണ്ട് ഞങ്ങൾ നേരത്തെ പോവാണ്. അപ്പം ഈ ബസ്സിൽ കയറിയിട്ട് കാണാം. ഇതാണ് തമിഴ്നാട് ഗവൺമെൻറ് ബസ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനെക്കാളും മെയിനായിട്ട് ഭയങ്കര വ്യത്യാസമുള്ളൊരു കാര്യങ്ങളുണ്ടല്ലേ. ഇതെന്ന് വെച്ചാൽ ഫ്രീ ബസ്.
ബസ്സാണ്. ഗേൾസിനും പിന്നെ സ്റ്റുഡൻസിനും കൊച്ചുപിള്ളേർക്കൊക്കെ ഇവിടെ ഫ്രീ ആണ് ഇവിടുത്തെ ഗവൺമെൻറ് കൊടുക്കുന്നത് അല്ലേ. നമ്മുടെ നാട്ടിലെ കണക്കേ അല്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വ്യത്യാസം. അങ്ങനെ ഞങ്ങളിപ്പം ഇനി തിരുപ്പൂരിലുള്ള ബസ് സ്റ്റോപ്പിലോട്ട് പോയാൽ അവിടെ നിന്ന് ഇനി വേറെ ബസ് വെച്ച് വേണം നമ്മൾ വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ ബസ് സ്റ്റോപ്പിൽ പോയിട്ട് കാണാം. അങ്ങനെ അങ്ങ് ബസ് സ്റ്റോപ്പിലെത്തി ഗൈസ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ റൂമിലോട്ട് പോകേണ്ട ബസ് എന്ന് പറഞ്ഞാൽ 5:30 ഇവിടെ എത്തത്തോളൂ. അമ്മപ്പേട്ടയെന്ന് പറഞ്ഞാൽ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാണ്. അങ്ങനെ ബസ് കാത്തുനിന്ന് ഇരിക്കുകയാണ് ഗൈസ് ഞങ്ങളെല്ലാവരും. പിന്നെ ബസ് വന്നിട്ട് കാണാം അല്ലേ പാറു? കാത്തിരുന്ന് മടുത്തു ഗൈസ്. ഓക്കെ, വന്നിട്ട് കാണാം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബസ് കയറി. 5 മണിക്ക് വരുന്ന ബസ്സാണെന്നാ പറഞ്ഞിട്ട് 6 മണി ആയപ്പോഴാണ് എത്തിയത്. ഞങ്ങളെല്ലാം ഒരു പരുവായിട്ട് കുഴഞ്ഞ് ചത്ത് വാരിയിരിക്കുക. ഇനി ഇവിടുന്ന് സീരീസിലെത്തണം. അവിടെ നിന്ന് ഇഷ്ടംപോലെ നടക്കാനുണ്ട്. ഓക്കെ, അവിടെ എത്തിയിട്ട് ഓക്കെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിച്ച് സീരീസിലെത്തിയിരിക്കുകയാണ് ഗായ്സ് അല്ലേ പാറു? അതെ, അയ്യോ വയ്യ ഗൈസ്. ഇവിടെ വന്ന് കിടന്നാൽ മതി. കുഴഞ്ഞല്ലേ? കുഴഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് നാളത്തേക്ക് ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനായിട്ട് ഒരുപാട് വർക്കുണ്ട്. അതുകൊണ്ട് എല്ലാവരും സൂപ്പർ മാർക്കറ്റിലേക്ക് സ്റ്റേഷനറീസ് വാങ്ങിക്കാൻ പോവാം. ഓക്കെ, അതൊക്കെ മേടിച്ച് എന്തോ ചെയ്യാൻ പോയാ നമ്മള് കുറച്ച് പോസ്റ്റിങ്ങിന് വേണ്ടി ടൈം പ്ലാനിങ്, പിന്നെ പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി കളക്ഷൻ, ഇതിൻ്റെയൊക്കെ ഫോമാറ്റൊക്കെ എഴുതണം. പിന്നെ എന്താ, നമ്മുടെ പോക്കറ്റ് ആർട്ടിക്കിൾസ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെക്കണം. നാളെ മുതൽ ഹോസ്പിറ്റലിൽ കാണാം. അപ്പോൾ അങ്ങനെ നാളത്തേക്കുള്ള കുറേ കാര്യങ്ങളുണ്ടല്ലേ ചെയ്യാനായിട്ട്. പിന്നെ അതൊക്കെ ചെയ്തിട്ട് വേണം കിടക്കാനായിട്ട്. അപ്പം ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വ്ളോഗായിട്ട് കാണാം. അപ്പോഴത്തേക്ക് ഓക്കെ, ബൈ.